കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സ് വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് പ്രഹസനമാണ് സജി. ഈ ഗാന്ധി കുടുംബത്തിൽ അവശേഷിക്കുന്ന കണ്ണി വരെ ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ പെട്ടിയിലെ അവസാനം ആണി അടിച്ചിട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. ഞാൻ ഈ ഗാന്ധി കുടുംബത്തെ കുറിച്ച് കുറച്ചെങ്കിലും പറയാൻ കാരണം, രാഹുൽ ഗാന്ധിയെ ഞാൻ അല്പമെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ബീഹാർ ഇലക്ഷൻ വരെ. പക്ഷേ എനിക്ക് ആ പ്രതീക്ഷ പമ്പേ അസ്തമിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ടും സീരിയസ് ആയിട്ടും കാണാത്ത ഒരു മനുഷ്യൻ, ബീഹാർ ഇലക്ഷന്റെ സമയത്ത് ഇലക്ഷൻ പ്രചരണത്തിന് ബീഹാറിൽ ഇല്ലാത്ത ഒരു മനുഷ്യൻ, ബീഹാറിലെ ഇലക്ഷന്റെ സമയത്ത് പോലും മൾട്ടി തിയേറ്ററിലും മൾട്ടി ഫംഗ്ഷനുകളിലും അദ്ദേഹത്തിന്റെ വോട്ട് ചോറിനെ കുറിച്ചുള്ള ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചുള്ള പ്രഭാഷണങ്ങൾ. ഇന്ത്യയിലെ 40% ജനങ്ങളും ഇന്നും ഡിജിറ്റൽ മീഡിയയെ കുറിച്ച് അത്ര ബോധവാന്മാരല്ലാത്ത ആളുകളുടെ ഇടയിലാണ് ഇദ്ദേഹം ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് വോട്ട് ചോറിനെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നത്. ആ സമയത്ത് ഇദ്ദേഹം ബീഹാറിലെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ അല്പമെങ്കിലും കുറച്ചെങ്കിലും മാറ്റം വന്നേനുമായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെ ഞാൻ വെറുത്തുപോയത്. രാഹുൽ ഗാന്ധിക്ക് ഇനി കോൺഗ്രസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ 2 മക്കളെയും കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വിടവാങ്ങാനുള്ള ഒരു അവസരം ഇനി കോൺഗ്രസ് ഒരുക്കി കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ കുടുംബവാഴ്ച ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകണം, രാജവാഴ്ച പോലെ.